നമ്മൾ ഇംഗ്ലീഷൊക്കെ എഴുതുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ളൊരു ഇഷ്യൂ എന്താണെന്നറിയോ? സ്പെല്ലിങ് തെറ്റിപ്പോവുക എന്നുള്ളൊരു സംഭവം നോർമലി കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെല്ലിങ് തെറ്റാതെ നമുക്ക് എങ്ങനെയും എഴുതാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ എൻ്റേതായ രീതിയിലൊരു കാര്യം പറയാം. ഞാനൊക്കെ ഫോളോ ചെയ്തിരുന്നൊരു കാര്യമാണ് സ്പെല്ലിംഗ് എറേഴ്സ് വന്ന സമയത്ത്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു വേർഡിനെ ആ വേർഡ് എങ്ങനെയാണോ എഴുതിയിട്ടുള്ളത് അതുപോലെ പ്രൊണൗൺസ് ചെയ്യുക. ലൈക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എയ്റോപ്ലെയിൻ, AEROPLANE എന്നാണ് എയ്റോപ്ലെയിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എയ്റോപ്ലൈൻ നീ NE അങ്ങനെ ആ ഒരു രീതിയിലേക്ക് പ്രൊണൗൺസ് ചെയ്യുക. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ മറ്റുള്ളവരോട് അങ്ങനെ ആ രീതിയിൽ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പ്രൊണൗൺസ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഴുതുന്ന സമയത്ത് AERO ഇറോ പ്ലാൻ PLANE പ്രാനി ആ ഒരു രീതിയിലോട്ട് നമ്മൾ അത് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു സ്പെല്ലിംഗ് എറർ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ വേർഡ്സിനെയും നമ്മുടേതായ രീതിയിൽ അതെങ്ങനെയാണോ വേർഡ് എഴുതിയിട്ടുള്ളത് അതേപോലെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഏതൊരു വേർഡിൻ്റെ സ്പെല്ലിങ്ങും കൂളായിട്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ജസ്റ്റ് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. ഒരു പക്ഷേ സക്സസ് ആവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ കണ്ടെത്തിയ ഒരു ഐഡിയ ആണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ജസ്റ്റ് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴത്തൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ ഒരു പറഞ്ഞിട്ട് കാര്യം യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടുക.